എവ്രിവൺ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഫോറിൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള സാംസങ്, കൊക്കോകോള, ആമസോൺ ഒക്കെ എങ്ങനെ ഇന്ത്യയിലെത്തി എന്നുള്ളത്? ഇറ്റ് ഓൾ ബിഗിൻസ് ആഫ്റ്റർ 1991. അതായത് ഇന്ത്യയിൽ ഒരു എക്കണോമിക് റീഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിച്ച് ഈസ് നോൺ ആസ് LPG റീഫോം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. സോ ഈ ഒരു വീഡിയോയിൽ എന്താണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. വെൽക്കം ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ എന്താണ് ലിബറലൈസേഷൻ? ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിയിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും റെസ്ട്രിക്ഷൻസും ഒക്കെ റിമൂവ് ചെയ്യുക ആൻഡ് ബിസിനസ്സിന് മോർ ഫ്രീഡം അലോ ചെയ്യുന്നതിനാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. 1991 മുന്നേ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസിങ്ങും പെർമിറ്റൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് മാത്രമല്ല ഇന്ത്യയിൽ ഇമ്പോർട്ട്സ് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ലൈസൻസിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. സോ ഈ ഒരു റീഫോം വന്നു കഴിഞ്ഞതിന് ശേഷം, വിച്ച് മീൻസ് 1991 ശേഷം ലൈസൻസിങ്ങും പെർമിറ്റിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇളവുകൾ കൊണ്ടുവന്ന് ഒരു പ്രൈവറ്റ് സെക്ടറിന് അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യുക ആൻഡ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ഈസിയർ ആയിട്ട് മാറി. സോ ഇൻ ഷോർട്ട് നമ്മൾ ലിബറലൈസേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് കൺട്രോൾ ആൻഡ് മോർ ഫ്രീഡം ടു ബിസിനസ് ആണ് എന്ത് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രൈവറ്റൈസേഷൻ. ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ഒക്കെ പ്രൈവറ്റ് ഹാൻഡ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പബ്ലിക് സെക്ടർ കമ്പനീസ് ആയിട്ടുള്ള എയർ ഇന്ത്യ, ബാൽക്കോ ഒക്കെ ഗവൺമെൻറ് എന്താക്കിയിട്ടുണ്ട്, അവരുടെ ഷെയർസ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് സെയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എഫിഷ്യൻസിയും അതുപോലെ തന്നെ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യാം, ഗവൺമെൻറ്റിൻ്റെ മുകളിലുള്ള ഫൈനാൻഷ്യൽ ബേർഡൻ കുറയ്ക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ മീൻസ് ഗവൺമെൻറ് ഔട്ട് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ഇൻ എന്നാണ്. And next one, globalization. Globalization means connecting India with the rest of the world through trade, investment and technology. ഇതിലൂടെ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ബിക്കോസ് നമ്മുടെ സർവീസുകൾ നമ്മൾ മറ്റുള്ള കൺട്രീസിന് കൊടുത്ത് അവർക്ക് നമ്മുടെ സർവീസുകൾ എടുക്കാൻ വേണ്ടി പറ്റി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിലൊക്കെ കൂടുതൽ ആക്സസ് ഉണ്ടാവാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഓപ്പൺഡ് ഇറ്റ്സ് ഡോർ ടു ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് ആണ് എന്ത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ദി LPG റിഫോം 1991 ക്ലോസ്ഡ് ആൻഡ് കൺട്രോൾഡ് എക്കണോമി ആയിട്ടുള്ള ഇന്ത്യനെ ഒരു ഓപ്പൺ ആൻഡ് കോമ്പറ്റേറ്റീവ് എക്കണോമി ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ ഗ്രോത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല ഗ്ലോബൽ എക്കണോമിയിൽ ഇന്ത്യനെ നമുക്കൊരു പാർട്ടാക്കി മാറ്റാനും പറ്റിയിട്ടുണ്ട്. സോ എന്താണ് LPG റിഫോം 1991 എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.